ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സമഗ്ര ശിക്ഷ കേരളയിലും കിലയിലും ജില്ലാ പഞ്ചായത്തിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സ്ഥിര നിയമനമാണ് വന്നിട്ടുള്ളത്. ആദ്യം ഇലക്ട്രീഷ്യൻ കം AV അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടാതെ ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള ITIയും ഉണ്ടായിരിക്കണം. കൂടാതെ ഡിസേബിൾ ക്വാളിഫിക്കേഷനായി ഇലക്ട്രീഷ്യൻ ഇൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ക്വാസി ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 18,000 മുതൽ 41,500 രൂപ വരെയാണ്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഓവർസിയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കൂടാതെ ഡിസേബിൾ ക്വാളിഫിക്കേഷനായി ഓവർസിയർ ഇൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ക്വാസി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓവർസിയർ ഇൻ അതർ ഓർഗനൈസേഷൻസിലുള്ള 10 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 56,700 രൂപ വരെയാണ്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് പ്ലംബർ കം ക്യാമ്പസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടാതെ പ്ലംബിംഗ് ട്രേഡിലുള്ള ITIയും ആവശ്യമാണ്. ഡിസേബിൾ ക്വാളിഫിക്കേഷനായി പ്ലംബർ ഇൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ക്വാസി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്കെയിൽ ഓഫ് പേ വരുന്നത് 18,000 മുതൽ 41,500 രൂപ വരെയാണ്. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30/11/2024 വരെയാണ്. അപ്പോൾ ഇതിലേക്കൊരു അപേക്ഷ ഫീസ് ഉണ്ട്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ 150 രൂപയാണ് അപേക്ഷ ഫീ വരുന്നത്. മറ്റു വിഭാഗക്കാർക്ക് 300 രൂപയാണ് അപേക്ഷ ഫീ ഉണ്ടായിരിക്കുക. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ എക്സാമിനേഷൻ്റെയും പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് സമഗ്ര ശിക്ഷയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ജില്ലയിലെ 10 വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്കിൽ സെൻറ്റർ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ BTech ആണ്. പ്രായപരിധി വരുന്നത് 20 മുതൽ 35 വയസ്സ് വരെയാണ്. ശമ്പളം പ്രതിമാസം 25,000 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സമഗ്ര ശിക്ഷ കേരളയുടെ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ നവംബർ 20 രാവിലെ 10:30 നടക്കുന്ന വാക്ക്-ഇൻ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ സുരക്ഷാ കോമ്പോസൈറ്റ് പ്രോജക്റ്റിൽ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കം അക്കൗണ്ടൻറ്റ് തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. BCom, മാത്സ്, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ ഏതിലെങ്കിലും ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ് അടിസ്ഥാന യോഗ്യത വരുന്നത്. പ്രായപരിധി 35 വയസ്സിൽ കവിയരുത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ 20 സുരക്ഷ MLPM@gmail.com CV അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യത മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ കോഴ്സിൽ ബിരുദ അല്ലെങ്കിൽ ബിരുദാനന്തരമാണ്.
അല്ലെങ്കിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മെഡിക്കൽ റെക്കോർഡ് സയൻസിൽ ഡിപ്ലോമയാണ്. അപ്പോൾ ഈ യോഗ്യതകളുടെ അഭാവത്തിൽ +2 മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിൽ 1 വർഷത്തെ പരിശീലനവും പരിഗണിക്കുന്നതായിരിക്കും. പ്രായപരിധി 41 വയസ്സിൽ താഴെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നവംബർ 16 മുമ്പ് നേരിട്ട് ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.